ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ, ഡയറ്റ് ഫുഡ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡാണ്. അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമും അതുപോലെ തന്നെ ബേബി കോണും ഒക്കെയാണ്. അപ്പോൾ അറിയാലോ, ബട്ടൺ മഷ്റൂം ആണെങ്കിലും ബേബി കോൺ ആണെങ്കിലും നന്നായിട്ട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. വെയിറ്റ് ലോസുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അധികം ടൈമൊന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം അതിൽ കളഞ്ഞ് ഒരുപാട് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ മെനക്കെടാറില്ല. അതിനായിട്ട് ഇപ്പം നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഡയറ്റ് ഫുഡ് ആകുമ്പോൾ നമുക്കതിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കി വെയിറ്റ് ലോസിന് പറ്റിയതാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ആഡ് ചെയ്യാവൂ. ഞാൻ ഇവിടേക്ക് ഒരു പാനിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരം നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് നോൺ സ്റ്റിക്കിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം എനിക്കും മോനിക്കും വേണ്ടിയുള്ള ഇത് മതി. ഒരു സമയത്തേക്കുള്ള ഒരു കറിയായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം അതിനുള്ള കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഒരുപാട് ഓയിലും മധുരവും ഒക്കെ നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരുപാട് നമ്മൾ സാധാരണ കറികൾ വെക്കുന്ന പോലെ നന്നായിട്ട് അങ്ങ് ട്രാൻസ്പെറൻ്റ് ആക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഞാനിത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുവാണേ. കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് മഷ്റൂമും ബേബിക്കോണും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. മഷ്റൂമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതിൽ നിന്ന് തന്നെ ഒന്ന് ചൂട് കയറുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊർന്ന് വരും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അതുപോലെ തന്നെ ഞാൻ ഈ മഷ്റൂം കട്ട് ചെയ്തപ്പോൾ കുറച്ച് നൈസായിപ്പോയേ. കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കവും ബേബിക്കോണും ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ആ മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊർന്ന് വരും. ആ വെള്ളത്തിൽ നിന്ന് ബാക്കി വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ മഷ്റൂം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് വാടുമ്പം തീരെ അങ്ങ് ചെറുതായി പോകും. പിന്നെ ഇതിലേക്ക് മറ്റ് വെജിറ്റബിൾസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട് കണ്ടോ, വെള്ളമൊക്കെ ഊർന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം പെപ്പർ ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് അല്ലാണ്ട് നമുക്ക് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. എപ്പോഴും ഡയറ്റിൽ നമുക്ക് കുരുമുളക് പൊടിയാണ് നല്ലത്. അത് കുറച്ച് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എരിവ് മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. 1-2 പച്ചമുളക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ മിക്സഡ് ഹെർബ് എല്ലാം കൂടെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സീസണിങ് ആണ്, അതും കൂടെ ആഡ് ചെയ്ത് എടുക്കാം. അത് കുറച്ചിട്ടാൽ മതി, കുറച്ചൊരു നല്ലൊരു ഫ്ലേവർ നമുക്കൊന്ന് കിട്ടും. നമുക്ക് പിസ്സയിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന ഈ മിക്സഡ് ഹെർബാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറട്ടെ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെപ്പർ മഷ്റൂം ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്ക് വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം നമുക്ക് കഴിക്കാൻ ആഗ്രഹമില്ലേ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.